ഏയ് വേണ്ട. എന്താ സംഭവിച്ചേ? ഞാൻ സ്റ്റെപ്പ് ഇറങ്ങി വരുമായിരുന്നു, പെട്ടെന്ന് സ്ലിപ്പായി. എന്തോ സ്റ്റെപ്പിൽ ഒഴിച്ചിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാ. ഡോക്ടർ എന്താ പറഞ്ഞേ? കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല കണ്ണേട്ടാ. അത് കേട്ടപ്പോ തന്നെ സമാധാനമായി. നെറ്റിലുള്ള ഈ മുറിവ് മാത്രമേ ഉള്ളൂ. രണ്ടെണ്ണം പുറത്തു നിൽപ്പുണ്ട്, സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട്. തന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് അവരോട് ഡോക്ടർ പറഞ്ഞു. എനിക്കറിയായിരുന്നു പറയുമെന്ന്. ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വിവരങ്ങൾ ധരിപ്പിച്ചോളാം. ഇനിയിപ്പോ താൻ എന്റെ വീട്ടിലിരിക്കുന്നത് അത്ര സുരക്ഷിതമല്ല. നെഞ്ചു പൊട്ടുന്ന വേദനയോടെ നമുക്കൊരു നാടകം കളിക്കേണ്ടി വരും. അത് ഞാൻ ഭംഗിയാക്കിക്കോളാം, താൻ സഹകരിക്കണം. എന്താ കണ്ണേട്ടൻ ഉദ്ദേശിക്കുന്നേ? ഞാൻ പഴയ കണ്ണനായെന്നറിയാത്ത എന്റെ ബന്ധുക്കൾ തന്റെ വയറ്റി വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഞാനല്ലെന്ന് ഉറപ്പിച്ചിരിക്കുക. ആ ധാരണ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നെ വഞ്ചിച്ചെന്ന് അവര് കരുതുന്ന തന്നോട് ഞാൻ അകലം പാലിക്കും. തന്നോട് വെറുപ്പാണെന്ന് അഭിനയിക്കുന്നു. അതിനും താനും ഞാനും രണ്ടിടത്തായേ പറ്റൂ. കണ്ണേട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം. തന്റെയും നമ്മുടെ കുഞ്ഞിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാ ഞാനിതൊക്കെ പറയുന്നേ. താൻ അമ്മയാകാൻ പോകുന്നെന്ന് വാർത്ത അറിഞ്ഞപ്പോ തന്നെ ലേഖ പറഞ്ഞതാ, പ്രസവം വരെ ലേഖയ്ക്കും അനന്തനൊപ്പം താമസിക്കാൻ. പിന്നെ എനിക്ക് തന്നെ പിരിയാൻ വയ്യാത്തോണ്ടാ ഞാൻ അതിനൊപ്പം നിൽക്കാതിരുന്നേ. എന്നാൽ തന്നെ സ്റ്റെപ്പിൽ നിന്ന് വീഴ്ത്തി മനുഷ്യത്വം ഇല്ലാത്തവരുടെ അരികിലേക്ക് ഇനി താൻ പോവാൻ പാടില്ല. അവിടെ ജീവിക്കാൻ പാടില്ല. എന്നോട് വിശ്വാസവഞ്ചന കാട്ടിയ ഭാര്യയും ഞാനും തമ്മിൽ രണ്ടായെന്ന് നമ്മുടെ ശത്രുക്കൾ അറിയട്ടെ. അങ്ങനെ അവർ വിശ്വസിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞ് പൂർണ്ണ വളർച്ചയിലെത്തണം. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് താൻ ജന്മം നൽകണം. അതിനുശേഷം എന്തു വേണോ നമുക്ക് കൂട്ടായ ഒരു തീരുമാനം എടുക്കാം. അത്രയും നാളും പരസ്പരം കാണാതെ എന്താണ് താനീ പറയുന്നേ? അനന്തന്റെ വീട്ടിൽ താമസിക്കുന്ന തന്നെ കാണാൻ എനിക്കെന്താ പ്രയാസം? അതുപോലെ തന്നെ തനിക്ക് ഫൈനാൻസിയേഴ്സിലേക്ക് വരാം. അവിടെ തനിക്കിപ്പോൾ അധികാരമുണ്ട്. കൺസ്ട്രക്ഷൻ സൈറ്റിലേക്കും പോവാം. അതിനൊന്നും ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവിടെയൊക്കെ നമ്മൾ മറ്റുള്ളവർ മുമ്പിൽ വെച്ച് ഒരു ലോഹ്യവും പാടില്ലെന്നാ ഞാൻ പറഞ്ഞു വരുന്നത്. കണ്ടാം മുഖം തിരിച്ചു പൊയ്ക്കോണം. സ്വന്തം തറവാടായിട്ടും എന്റെ ഭാര്യയെ അവിടെ താമസിപ്പിക്കായിരുന്നു. അവളുടെ പരിചരണം ഏറ്റെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. സ്വന്തം മകളുടെ വയറ്റിൽ കിടക്കുന്നൊരു കുഞ്ഞിനെ പോലും കൊല്ലാൻ മടിയില്ലാത്തൊരമ്മയാ എന്റെ വീടിനകത്തുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഈ ജീവിതത്തിനിടയിൽ നമ്മൾ കളിക്കാൻ പോകുന്ന മറ്റൊരു നാടകം കൂടി അതിനിടയിൽ ഞാൻ പറഞ്ഞു നടക്കണം. നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ കുഞ്ഞ് ജനിക്കണം. ലേഖ ആ കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. ഈ സമയത്ത് തനിക്ക് എൻ്റെ വീട്ടിലും തൻ്റെ വീട്ടിലും നിൽക്കാൻ പറ്റില്ല. എന്നാ തനിക്ക് വേണ്ടതൊക്കെ ചെയ്തതെന്ന് തന്നെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നവളാ ലേഖ. അനന്തനും അത് സന്തോഷമാവും. അങ്ങനെ ഒരിടത്ത് തന്നെയാ താനിപ്പോ നിൽക്കേണ്ടത്. അനന്തേട്ടന് ലേഖ ഈ സംഭവം അറിഞ്ഞോ? ഞാനിപ്പോ വിളിച്ചിട്ടുണ്ട്. അവര് ഉടനെ എത്തും. അതിനുശേഷം അവര് തന്നെ കൂട്ടിക്കൊണ്ടു വയ്ക്കോളും. ഞാൻ ഡോക്ടറെ കണ്ടിട്ട് അങ്ങോട്ട് പോവാ. Thank you.